അതാണ്ടായി വക്കൻ. ചേട്ടത്തി ഞാൻ ബാങ്കിൽ പോകുകയാണ് കേട്ടാ. ചേട്ടത്തി ഇത് ഇവിടെ പോയി കിടക്കുകയാണ്. എവിടെയാലും ചെന്ന് കിടക്കാനായിട്ട് ചേട്ടത്തി എന്നാ പട്ടിക്കുഞ്ഞ ഒറ്റ തൊടി വെച്ചെന്നുണ്ടല്ലോ. ചേട്ടത്തി എന്താണ്ടാ വിളിച്ചത്? പട്ടിക്കുഞ്ഞെന്നാ. ഞാനൊരു സാമ്യം പറഞ്ഞതാണ്. ഒരു സാമ്യം പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ എരുമക്കുഞ്ഞ്. അനിയ ചൊടിച്ചു പണം കേട്ടാ. നോക്കിക്കോണേ കേട്ടാ പൈലി. അത് ഞാൻ ഏറ്റി ചേട്ടത്തി. എടാ നാറി, നിന്നാളെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിരുന്ന് തിന്നല്ലെന്ന്. കൊച്ചു മുതലാളി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ ഒരു തീറ്റി. തീറ്റിക്ക് അങ്ങനെ നേരവും കാലം വല്ല ഉണ്ടാ? അല്ല, കൊച്ചു മുതലാളി ഇത് എവിടെ പോകുകയാണ്? ബാംബെയില് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മീൻകപ്പലിന്റെ കായ് ബാങ്കിൽ വന്നിട്ടുണ്ട്. അത് മേടിക്കാൻ പോകുകയാണ്. അതിന് കൊച്ചു മുതലാളിക്ക് കാശണ്ണി മേടിക്കാൻ വല്ല അറിയായ? നീ പാടാ ചിങ്കട്ടി. പുട്ടുംകട ഞാൻ വാരി കയറ്റണത് പോലല്ല മുതലാളിപ്പണി. നീ വാടാ വൈകി കൊല്ലോടാ. അർദ്ധൻ അല്പരാത്രിക്ക് കൊട പിടിക്കണ്ട. ചേട്ടതി കുറച്ച് പുട്ടും കൂടെ തരുക. കത്രീനെ ഈ ബ്ലാക്കിന് കുറച്ച് പുട്ടുകൂടി കൊണ്ടക്കൂടെ. കറിയും വേണം കേട്ടാ. ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാനാ? അല്ല, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരം. എന്തൊരു ആർത്തിപ്പണ്ടാറുവാണ് ഇന്നാ ഇത് നിങ്ങൾ തന്നെ നിന്നാ എനിക്കങ്ങും വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട, ഇതങ്ങ് പട്ടിക്ക് കൊടുത്തേക്കാം. അല്ല പിന്നെ എന്താ കത്രീന ചേച്ചി? എന്റെ പൊന്നു മകളെ, ഇപ്പൊ തന്നെ 10-12 കുറ്റി പുട്ട് തിന്നു കാണും. എന്നിട്ടും ചോദിക്കാണ് ഇനിയില്ലേന്ന്. കൊടുക്കണവർക്ക് നാണം വന്ന്. ഓ വന്ന് ബ്ലച്ചിക്കൊച്ചിനറിയാല്ല. എന്നാങ്കിലും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുതും. നീ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ടാ ഇങ്ങനെ സ്നേഹമുള്ളവര്. എന്റെ മാതാവെ കൊണ്ടുവരുന്നു കണ്ട. വയറ് നിറച്ച് കഴിച്ചോളണം, ഒന്നും മിച്ചം വെക്കരുത് കേട്ടല്ലോ. അപ്പൊ പാത്രവും വേണ്ട? അയ്യോ, പാത്രം വേണം. ഇത് കണ്ട ഇങ്ങനെ വേണം തിന്നാൻ തരാൻ കേട്ടാ കത്രിയെ. നീ വലിയ കൊമ്പസ്രാവായിരിക്കും. എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ടാ. ഓ പിന്നെ നമ്മ തമ്മി ഇഷ്ടാണെന്നാ തുറക്കാര് പറയണത്. ആണോ? എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ. ഒരു ഒറ്റ അടി വെച്ചതാണല്ലോ. മര്യാദക്കിരുന്ന് ആഹാരം കഴിച്ചിട്ട് അപ്പനോട് പൊക്കം. ഓ, ഒരു ബ്ലാക്ക് ആയിട്ട് നടക്കുന്നു. നിങ്ങൾ തമ്മിൽ പ്രേമാണ്. ആ കെട്ടാൻ പോണയാണ്. എന്നതാണ് നിനക്ക് ജീവിതം മടുത്ത? ചേടതി കെട്ടിയതാണ്. ആണ്. ജീവിതം മടുത്തിട്ടാണ് കെട്ടിയത്. എടാ മരക്കഴുതേ, ഓ ആ പെങ്കൊച്ചിനെ കെട്ടാമെന്ന് 2 എണ്ണം കെട്ടുന്നതിന് മുമ്പ് ചത്ത്. അറിയാവാ? ആദ്യം പോലീസിലൊരു വലിയ ആഫീസറെ കൊണ്ട് കല്യാണം ഉറപ്പിച്ച് കെട്ടാൻ വന്ന വഴിക്ക് ലോറി ഇടിച്ച് ചത്ത്. രണ്ടാമത്തത് ലക്ഷങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞൊരു കരക്കട്ടറെ കൊണ്ടുവന്ന് അമിട്ടും കുണ്ടുമൊക്കെ പൊട്ടിച്ചാണ് സ്വീകരിച്ചത്. കെട്ടാൻ വേണ്ടി പന്തലി കയറിയതും കുണ്ടിനേക്കാ ചത്തത്തി ചങ്കു പൊട്ടി അയാളും ചത്ത്. ഇപ്പൊ ആരെ കിട്ടാത്തത് കൊണ്ടാണ് നിന്നെ കേറി പിടിച്ചത്. നിന്നെ കെട്ടിയാ പിന്നെ മുതലാളിക്ക് തല്ലാനും മകാക്ക് കൊല്ലാനും ആളായില്ല. അപ്പൊ ബ്ലച്ചിക്കൊച്ച് കാലനാണല്ലേ? കോലനല്ല കോലി. അവൻ അടുക്കള കാണും. വേഗം പതുക്കെ തിന്നട, തൊണ്ടേ തങ്ങി ചത്തുവും. ഇത് മലമ്പാമ്പ് കോഴി തിന്നണ മാതിരി ഉണ്ടല്ല. ഞങ്ങൾ തിന്നൂന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ട കേട്ടാ. പെട്ടെന്നൊന്ന് വന്നാ മതി. തല്ലാനാണ് ഞാനില്ല കേട്ടാ. തല്ലാനല്ലെന്നേ, നിന്റെ അപ്പൻ ഷാപ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കണെന്ന്. നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങൾ വിളിക്കാൻ വന്നേണ്. അപ്പൻ ഷാപ്പിലാണ്. അപ്പൻ ഷാപ്പിലാട്ട് പോവാ. കണ്ടാ എന്റെ വ്യാകുല മാതാവേ, ഷാപ്പിലാട്ടെന്ന് പറഞ്ഞിട്ട് വയറ്റിലാട്ടാണല്ലോ പോണത്. കടലിപ്പാതയണ അതെന്താ എന്താ മാനത്ത് ചെത്തണ കള്ളാണ്ട അന്തിക്കോടോം കൊണ്ടു മുങ്ങണതാരാണ്ട ചൂരനെ പോലുള്ള മോനാണ്ട എന്റെ ബ്ലാക്കാണ്ട. അപ്പൻ എന്നെ വിളിച്ചായിരുന്ന? എന്റെ മഹം വന്നായിരുന്ന. അങ്ങോട്ട് കേറിയിരിക്കും. അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ? കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നുമാൻ ഉറങ്ങായിരുന്നു. ഒന്നും കഴിച്ചില്ലടാ. ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചോന്ന് ഞാൻ ചോദിച്ചോടാ. എന്നെ മഹം കഴിച്ചതാ ചോദിച്ചു. കഴിച്ചാർന്ന്. അയ്യോ, അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ. അതെ, ഇപ്പോഴും നല്ല വിശപ്പാ. അയ്യോ എടാ ചെമ്പരന്റെ, ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്റെ ബ്ലാക്കിന് വിശക്കണ്, എന്റെ മകന് വിശന്ന അവന്റെ അപ്പന് സങ്കടം വരുവടാ. എന്റെ മുത്താണ്, വേഗം കൊണ്ടുപോടാ. കൊണ്ടുപോരാണ്. ആ
എന്തപ്പനും മോനാണ്. അവിടെ തലയില്ലെങ്കിൽ ഇങ്ങാട് വെച്ച് 15 അപ്പം ഉണ്ടാട്ടാ. അവന്റെ വയറ്റ് ഇനി കൊള്ളാൻ സ്ഥലമില്ല. അപ്പൊ നമുക്കും കിട്ടൂല്ലേ സീസറെ? ചീങ്കണ്ണിയുടെ വയറാ കണ്ടറിയണം. അയ്യേ നിലത്ത് നിർത്തിയിട്ടാണ് ശവം. അപ്പൊ എടുത്തിട്ട് പാ ചുരുട്ടുന്ന പോലെ ചുരുട്ട്, എന്നിട്ട് ചാറിൽ മുക്കിയടി. അങ്ങനെ കർത്താവേ ഇവൻ സൊനാമിയാ, മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കവനിക്കാൻ കേട്ടാ. ആ, ഇങ്ങനെ വെള്ളം ഇറക്കിയ എന്റെ മകന്റെ വയറ് കൊള്ളാവോ? അത് കൊള്ളാമല്ല, കടലല്ലേ. പ്രാകാരടാ. ഇവൻ പത്രോസേട്ടൻ തിമിംഗലത്തിൽ ഉണ്ടായതാണെന്നാ തോന്നണത്. അതല്ലടാ കടലാനയിലുണ്ടായത്. എടാ ചെമ്പരന്റെ അവന്മാർക്കൂടെ എന്തെങ്കിലും തോട. പക്ഷെ എന്റെ മകന്റെ വയറ് എറിഞ്ഞിട്ടാ നിങ്ങൾ എഴുതേക്കാവൂ കേട്ടാ. അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ? എണീക്കണ്ടെങ്കി എണീക്കണ്ട, കൊണ്ടുപോടാ. ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ? ഇനി ഇവിടെ ഒന്നുമില്ല. മുതലാളി ഞങ്ങളുമായി എഴുന്നള്ളുന്നേ. ഇന്ന് വഴിമാറിക്കോ. ഇത്തവണ മുടിഞ്ഞ പോയിത്താണ് കേട്ടാ. എടാ പോവാ, എന്റെ ബ്ലസിമോള് മീൻ പെയ്ത്ത് കാണാൻ വന്നിട്ട് ചാള മാത്രമേ ഉള്ള. നെയ്മീനില്ലേടാ? നെയ്മീൻ കടലിലുണ്ട് മുതലാളി. പുളക്കല്ലേ തലക്കനിട്ട് പുളക്കല്ലേ കേട്ടാ. എടി ബ്ലസിക്കൊച്ചേ, നീ ഡിഗ്രി പാസ്സായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. മുമ്പടെ കുലത്തൊഴിൽ ഇതാണല്ല. അത് ശരിയാണ്. മുതലാളിയുടെ കാലശേഷം കടലിലാട്ട് പോകാൻ ഈ ഒരു ബന്ധരിയല്ലേ ഉള്ളൂ. കടലിൽ പോകാൻ ഒറ്റ കുത്തുവെച്ചെന്നല്ല. ഇവനാണ് സ്വയംവരാണ് കേട്ടാ. അതിനപ്പച്ച എന്നത് എന്നതാടി ഈ ഉറുമ്പാണ് നമ്മുടെ ആരോഗ്യം. ഇത് തരത്തില്ല കേട്ടോ. അത് അവൻ പിടിച്ച മീനാണ്, ഞാൻ ചോദിച്ചിട്ട് പോലും തരണില്ല. എടാ ബ്ലാക്ക്, ഇതിന് എത്ര വേണച്ചാ തരാം. ഇത് കൊടുക്കാനല്ലെന്നേ. അന്നാ നീ കൊണ്ടുപോകും. നല്ല വില പറയലുണ്ട് മകനെ. കൊടുത്തിട്ട് ഷാപ്പിൽ പോവാടാ. ഷാപ്പിൽ പോവാം, പക്ഷെ ഇത് കൊടുത്തിട്ട് ഷാപ്പിൽ പോവാൻ കുറെ പുളിക്കും. എടാ ബ്ലാക്ക്, ഇത് ഹനുമാൻ കുമ്പാരി മലയും കൊണ്ട് വരണ പോലെ ഉണ്ടല്ലോ. ഹനുമാൻ കുമ്പാരി അല്ല, ഹനുമാൻ മക്കച്ച. മകനെ ഇവൻ പൊളപ്പൻ. മകനെ ഒറ്റ വില എന്നാ വേണം? ഇത് മുതലാളിക്ക് തരത്തില്ല, ഇത് വേറെ ആളൊക്കെള്ളതാ. മുതലാളിക്ക് കൊടുക്കാൻ നീ വേറെ ആൾക്കാർ കൊടുക്കാൻ പോണത്. ഞാൻ കാണിച്ചു തരാം. ബ്ലച്ചിക്കൊച്ചന് ബ്ലാക്കിന്റെ വക സമ്മാനം. എന്നാ പിടിച്ച ഈ അപ്പന്റെ മകൻ തന്നെയാണ് കേട്ടാ. അല്ല മിസ്റ്റർ തറയന. എടോ ഞാൻ തറയാൻ മുതലാളിയാണോ? നിങ്ങ ആരാണ്? ഹോൾഡിംഗ് ചെയ്യാനാ? എടോ ഹോൾഡിംഗ് ചെയ്യാൻ പറയണ. ഹോൾഡിംഗ് ചെയ്യാൻ പറഞ്ഞ എന്റെ മാതാവേ, ഇത്രയും മുട്ടൻ തെറി പറഞ്ഞ ആരാണവൻ? കുളിച്ചതറി അങ്ങാട് പറഞ്ഞ മുതലാളി. കാവേന പോവാണ്. എടാ നിന്റെ അപ്രാണെന്ന് പറയടാ. അയ്യോ കുമാരൻ സാറാ, എനിക്ക് അണ്ടർസ്റ്റാൻഡിംഗുമായില്ല കേട്ടാ. ഇപ്പൊ എവിടുന്നാണ് വിളിക്കണത്? ബോംബെന്നാ. പിന്നെ വിശേഷം വല്ലതും ഉണ്ടാ? മകളാ? അല്ല കുമാരൻ സാറേ, മകള് പുറത്തെങ്ങാണ്ട് പോരിക്കായിരുന്നല്ല. എവിടാ? മുമ്പളെ വൈദ്യുതി പൂസതിന്റെ അടുത്താ. പിന്നെ എന്നാത്തിനാണ്? ഫസ്റ്റ് പുള്ളി ആളൊരു തിമിങ്ങലാണ്. അല്ലേ മകളെന്നാണ് ഇങ്ങോട്ട് വരണത്? കർത്താവേ, നാളെയാ? നാളെ വന്നിട്ടെന്ന്. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റി. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. അല്ല ഓ വെള്ളം കുടിച്ചു പോയി കേട്ടാ. വിളിച്ചത് എവിടുന്നെന്ന് അറിയായ? ബോംബെന്ന്. ആരാന്നറിയായ? കുമാരൻ സാറ് എന്റെ ഫ്രണ്ട്സാണ്. അവിടുത്തെ പോലീസ് മന്ത്രിയാടാ. കടലിൽ മീൻ പിടിക്കണ 5-8 കപ്പലുണ്ട് പുള്ളിക്കാരന്. എടാ നമ്മുടെ 2 കപ്പല് വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ടാ. നമ്മ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ കാശ് നമ്മക്ക് തരും കേട്ടാ. ആ കുമാരൻ സാറിന്റെ മകൾ ഇങ്ങേറ്റ് വരികയാണ്. ആ കൊച്ചിട്ട് ആക്കിട്ടാണ് കേട്ടാ. അമേരിക്ക പോയി FACT ഒക്കെ പാസ്സായതാണ്. അപ്പൊ FACT അല്ല, FRCS. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എടാ പൂവന്മാരെ, ആ കൊച്ചു നമ്മുടെ മൂസലിന്റെ അടുത്ത് പരീക്ഷണം പഠിക്കാൻ വരികയാണ്. ടൗണിൽ അവർക്ക് വലിയ മംഗളാവൊക്കെ ഉണ്ടടി. പക്ഷെ ആരുടെ ഭവനത്തിങ്കിലാണ് വരണത്? ഈ തലകന്റെ ഭവനത്തിങ്കൽ. അപ്പൊ ആ കൊച്ചു വരുമ്പോ നമ്മ തുറക്കാര് കാര്യമായിട്ടൊന്നും സ്വീകരിക്കണ്ടേ? എടാ സീസറെ, നീ പോയി ആ ബാൻഡുകാരി ഒന്ന് ബുക്ക് ചെയ്തേ. പിന്നൊരു കണ്ടീഷൻ, കേക്ക് പോക്കത്തെ നന്നായിട്ട് ഊതണം. പിന്നെ ആ ചേച്ചി വരുന്നതിന് ഇത്ര ഒരുക്കം. യാണമടി മകളെ, ബോംബെയിലെ പോലീസ് മന്ത്രിയുടെ മകളാണ് വരണതേ. ബ്ലാക്ക് ഇപ്പോഴാണ്
ഇങ്ങനെ കുളിച്ച് തീരൂ? ആ തീരും. വെള്ളം ഒന്ന് പെട്ടെന്ന് മാറു ബ്ലാക്ക്. ഇപ്പൊ മാറാൻ കേട്ടാ, ഒരാഴ്ച കൂടിയിട്ട് കുളിക്കണതാണ് ഈ ദേഹം തണുക്കണ്ട. കടലിലെ വെള്ളം മുഴുവൻ എടുത്താലും ഈ ദേഹം തണുക്കത്തില്ലട്ടാ. ഈ തടി ഉണ്ടാക്കിയെടുക്കാൻ എന്റെ അപ്പൻ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടെന്നറിയായ. വർത്താനം പറയാണ്. ഞാനിപ്പോഴൊന്നും മാറുകയല്ല, വേറെ പൈപ്പിൽ പോയി കുളിച്ച. എന്തൊരു തണുപ്പ്. പെണ്ണുങ്ങളുടെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ കണ്ടിട്ടുണ്ട്. ഇത് പാണുങ്ങളുടെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ ആദ്യമായിട്ട് കാണാണ് കേട്ടാ. ബ്ലസ്സിക്കൊച്ച് ചരവഞ്ചര സിനിമ കണ്ടിട്ടുണ്ട ജയന്റെ? അതിന്റെ അകത്ത് പുള്ളിക്കാരെ എണ്ണയിട്ട് കുതിരയെ തേപ്പിക്കുമ്പോ ചീലപ്പെണ്ണ് ഒളിഞ്ഞു നോക്കുന്ന ഒരു സീനുണ്ട് കേട്ടാ. അതുപോലെയാണ് ഇത്. അന്ന് ജയൻ കുതിരയെ കുളിപ്പിച്ചു. ഇന്ന് ജയ കുറെ പിള്ളേരെല്ലാം കൂടി കഴുതയെ കുളിപ്പിക്കും. കുതിരയെ കണ്ടാലും കഴുതയെ കണ്ടാലും പെണ്ണുങ്ങൾക്ക് ഇതേ വിചാരമില്ല കേട്ടാ. ഓ എന്റെ തലവിധി മാറോ. ഞാനെന്തിനാ കുളിച്ച് സുന്ദരനാകുന്നറിയായ? എന്തിനാ? ഓ ഒന്നും അറിയാത്ത പോലെ. ഇന്നല്ലേ ബ്ലച്ചിക്കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നത്. അതിന് നീ എന്തിനാണ് കുളിക്കണത്? ഉച്ചക്ക് വന്ന് തട്ടിക്കയറ്റിയാ പോരെ? തട്ടും തട്ടും. ബ്ലച്ചിക്കൊച്ചിനെ ഇത്തവണ കെട്ടാമെന്നവനും തട്ടിപ്പോ. അന്നേരം തയ്യാറായിരുന്നോളാൻ എന്നാട് പറഞ്ഞത് ഈ ടണ്ണ. ഞാനെപ്പ പറഞ്ഞു? ഇങ്ങോട്ട് അവനും ആ സീസണും കൂടിയാണ് ബ്ലാക്കിന് വേണ്ടാതീനൊക്കെ പറഞ്ഞു കൊടുക്കണത് കേട്ടാ. ഇനി എങ്ങാനും എന്റെ പ്ലസ് മോളെ കളിയാക്കിയാ ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയാവാടാ. എന്നാ ഞാനല്ല തുറക്കാരാണ് പറയണത്. ബ്ലച്ചിക്കൊച്ചിനെ കെട്ടാൻ വേണവരെല്ലാം തട്ടിപ്പോകുന്ന്. അയ്യോ, മീനാക്ഷി കുഞ്ഞിന്റെ ഇറങ്ങാൻ തുടങ്ങുവാ. ബ്ലസ്സിയുടെ അപ്പം വന്നിട്ട് പോയാ പോരാ. ഉച്ചയ്ക്ക് മുമ്പ് മൂസത്തിന്റെ അടുത്ത് എത്തണമെന്നാ പറഞ്ഞത്. ഇനി നിന്നാ വൈകും. ചേച്ചി പോയിക്കോ. ആ മൂസത് ഭയങ്കര ചൂടനാന്നാ കേട്ടിട്ടില്ലേ. വാടാമഞ്ഞളി ഇലവർങ്ങത്തൊളി കരയാമ്പൂവോട് കരമാഞ്ചാക്ക് പുഞ്ചിരി കൊഞ്ചിരി ഭൈരവ ജാനകി. ഇതെല്ലാം മരുന്നാണോ? ഹേയ്, ഇതൊക്കെ ഇവിടെ അരക്കണ ജോലിക്കാരുടെ പേരാ. പോയി വിളിച്ചോണ്ട് വരിക. വരാൻ നേരത്ത് ഈ മരുന്ന് കൂടി അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരിക. ഒന്ന് വായിക്കുക. പല്ലി. എന്തൂട്ടാ ഈ വായിക്കണത്? ചുക്കുമുളക് ത്രിഫല്ലി എന്നല്ലേ എഴുതിയിരിക്കണത്. ഇതങ്ങനെ വായിക്കാം. ചുമ്പൻ. ഇതങ്ങോട്ട് പിടിക്ക. നിക്ക നിക്ക നിക്ക. എങ്ങോട്ടാ ഈ ചവിട്ടി കുത്തി പോണത്? എങ്ങോട്ടാ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ മീനാക്ഷി. ഈ മുംബൈയിലെ അതെ. നോ മൃത്യുഞ്ജയ നമ്പൂതിരി ഇവിടത്തെ മൂസത്തിന്റെ അടുത്ത ആളാ. ഞാൻ ഭീമസേനൻ, ഇദ്ദേഹത്തിന്റെ അടുത്ത ആളാ. അത്രയ്ക്ക് അടുപ്പില്ല. കുട്ടി വരിക വരിക വരിക. It's not for a joke. It's a truth. കണ്ടുപിടുത്തങ്ങൾ ഒരുപാടായിക്കോട്ടെ. ചുട്ടുപൊള്ളുന്ന സൂര്യനെ വരെ നാളത്തെ മനുഷ്യർ കൈയെത്തിപ്പിടിച്ചേക്കാം. പക്ഷേ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ അടിത്തറ പോലും ഭാരത സംസ്കൃതിയിൽ നിന്നാണ്. യുനോ, ആയുർവേദ ഈസ് ദ ബേസ് ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വരണം. Marina, Sir? This is Meenakshi. 8 years back we met in New York International Medical Conference. I know sir, Meenakshi from Mumbai. Yeah. ആ സെമിനാറിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച സ്റ്റുഡന്റ് ഇവളായിരുന്നു. മീനാക്ഷിക്ക് മരീനെ മനസ്സിലായില്ലേ? സെമിനാറിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ ഡിസ്കഷൻ. സംശയങ്ങൾ ചോദിക്കാൻ രണ്ടുപേരും ഒന്നിച്ചല്ലേ എന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്? Oh yeah, Marina Williams. Yeah. I think you came from Virginia University, right? Exactly. How are you, Meenakshi? Oh, I'm doing good. Thank you. 8 വർഷം കഴിഞ്ഞില്ലേ സർ? പെട്ടെന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല. യെസ്. മറവി, മനുഷ്യന്റെ മറവി, അതായിരുന്നല്ലോ അന്നത്തെ ചർച്ചാ വിഷയം. അല്ല, നാളെ വരുമെന്നല്ലേ പറഞ്ഞേ? എന്താ ഇന്നേ പോന്നേ? ഇന്ന് തന്നെ സാറിനെ കാണണമെന്ന് തോന്നി. ഒരു അത്യാവശ്യ കാര്യമുണ്ട് സർ. വാട്ട് ഹാപ്പൻഡ്? അത് എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം സർ. പ്ലീസ് കം.
എന്ത് കേൾക്കാൻ നിൽക്കുക? അല്ല കുട്ടിക്ക് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടോളാം. നിങ്ങൾ താഴെ ചെന്ന് ഇന്ന് പുതുതായിട്ട് 4 പേഷ്യൻസ് വന്നിട്ടില്ലേ, അവരുടെ തലയിലെ വലിയ ചന്ദനാദി എണ്ണ നിറയെ തേച്ചങ്ങട് കുളിപ്പിക്കുക. നടക്കുക, നമുക്ക് കുളിപ്പിക്കലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങ മൂസത്തിന്റെ അനിയന്മാരാണ്. ഞാൻ വക്കച്ചൻ, മൂസത് വക്കച്ചൻ. പെരുന്തച്ഛന്റെ അനിയനാണോ? ആണ്. എന്തൊരു ഐശ്വര്യമാണ് മൂസതുമാരുടെ മുഖത്ത്. ചുമ്മാതല്ല മീനാക്ഷി കൊച്ചി ഇങ്ങാട്ട് വന്നത്. ഈ ഐശ്വര്യം തനിക്ക് വേണോ? കിട്ടുവാ? കിട്ടും. എങ്കി എന്റെ ഈ മുഖത്തിന്റെ ആവോലി ഷേപ്പൊന്ന് മാറുമായിരുന്നു. എങ്കിൽ ഷർട്ട് ഒരു കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ചിരുന്നോളൂ. പിന്നെന്താണ്? അയ്യോ എന്തൊരു വരം. നിനക്ക് ഈ ഭീമസേനന് പേരിട്ടവന്റെ തലയ്ക്ക ആദ്യം തളപ്പിക്കേണ്ടത്. മൂസതായിട്ട് നടക്കുക. ഭീമ, ഇവന് വട്ടത്തിൽ കൂടി ഉണ്ടെന്നാ തോന്നുന്നത്. ഇവന്റെ തലയിൽ വെച്ച ആദ്യം എണ്ണ. ഇതിനകത്താരാ? ഒരു പ്രാന്തനാ. ഇങ്ങോട്ട് മാറുക, ഇങ്ങോട്ട് മാറാൻ പിടിച്ചു. ആ പൊക്കുക. നിന്നെ അത്ര സദ്യക്കാരനായിരിക്കില്ല. പൊക്കുക. പിടിക്കവനെ. മീനാക്ഷി പറഞ്ഞ ഈ ആളിന്റെ തലച്ചോറിനേറ്റ ആഘാതത്തില് അയാളുടെ നിറമോ ശരീരഘടനയോ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. ഏറ്റവും സങ്കീർണമായ ഒരു കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ തലച്ചോറ്. അതിന്റെ മെമ്മറി പവറിനെ ജയിക്കാൻ ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല, കഴിയേയില്ല. അനേകായിരം ഐസിയും കപ്പാസിറ്ററും പ്രൊസസ്സറും ഉള്ള ഈ അത്ഭുത കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഒരു കോമ്പണന്റിന് താളം പഴിച്ചാൽ അവന്റെ ജീവിതഗതി തന്നെ തകിടം മറിയും. താൻ ആരാണെന്ന് പോലും മറന്നുപോകും. ചിലപ്പോൾ ക്രിമിനലാകാം, സാഡിസ്റ്റാകാം, ഭ്രാന്തനാകാം. തിരിച്ച് അവനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കാറുള്ളൂ. ഇത് അമ്നീഷ്യയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗം തന്നെയാണ്. അതെ സർ, പക്ഷെ അമ്നീഷ്യ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുന്ന ഒരു അവസ്ഥ അലോപ്പതിയിൽ ഇന്നില്ലല്ലോ. ഇല്ല, അതിനാണല്ലോ നമ്മുടെ റിസർച്ച്. പക്ഷേ ഇത് അമ്നീഷ്യയാണോ? കേട്ടിടത്തോളം ഈ ബ്ലാക്കും മീനാക്ഷി പറയുന്ന രമേശൻ രണ്ടു പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡി. താങ്ക് യു സർ. പഠിക്കേണ്ട വിഷയം സ്വന്തം ജീവിതത്തിൽ പരീക്ഷണമാകുകയാണല്ലേ. ഈ എക്സ്പെരിമെന്റില് മീനാക്ഷി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ എന്തിനും തയ്യാറാണ് സർ. പക്ഷേ ഇവിടെ കൊണ്ടുവരണമല്ലോ, അതിനയാൾ സമ്മതിക്കോ? തരകനങ്ങൾ പറഞ്ഞാൽ അയാൾ കേൾക്കും. അങ്ങോട്ട് നോക്കിയേ, ഇത് പ്രേമം മൂത്ത് നെറിയ കയറിയെന്നാണ് തോന്നുന്നത് കേട്ടാ. പുതിയ പോലീസ് ഓഫീസർ കെട്ടാൻ വന്നിട്ട് നടക്കാതെ പോയത് ബ്ലാക്കിന്റെ ഭാഗ്യം. ഞാൻ വിചാരിച്ചു മുല്ലപ്പൂ തലയിലിട്ടതിന് എന്നെ ചീത്ത വിളിക്കുമെന്ന്. വിളിച്ചേനെ, പക്ഷെ നല്ല വാസനയുള്ള പൂവാ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഈ തുറ മുഴുവൻ നടന്ന് പറിച്ച പൂവാണ് കേട്ട. അസ്തറ മേടിച്ച് തേക്കാൻ പറഞ്ഞാ തേക്കത്തില്ലല്ല. ആ മീനാക്ഷി കൊച്ചിന് എന്നാ മണമാണ്. ആ മണം പിടിക്കാൻ നീ അവരുടെ കൂടെ പോവുകയാണല്ലോ. ബ്ലച്ചിക്കൊച്ചിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എനിക്കെന്തിനാ ഇഷ്ടക്കേട്? നീ പോയി മീനു ചേച്ചിയെ മരുന്ന് പറിക്കാൻ സഹായിച്ചോ? യവൻ പോയാ പിന്നെ തരകച്ചായന്റെ ബാഡി ഗാർഡിന് എന്നാ ചെയ്യും? അതിന് ഞാൻ വരണവരെ പുള്ളിക്കാരൻ വിവരക്കേടൊന്നും പറയാതിരുന്നാ മതിയല്ല. ആരാണ്ടോ വിവരക്കേട് പറഞ്ഞത്? എടാ, നിനക്കെന്തെങ്കിലും സംശയമാണെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ പറഞ്ഞു തരുമല്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞതല്ലേ. നീ ഇവിടെ വർത്താനം പറഞ്ഞാണ്ട് നിന്നോ. എടാ, മീനാക്ഷി കൊച്ചിന് കാട്ടിപ്പോയി മരുന്ന് പറിക്കാനുള്ളതാണ്. കാട്ടുമൃഗത്തെ പേടിച്ചിട്ടാണ് ഈ കാട്ടാമൃഗത്തെ മതിയെന്ന് ആ കൊച്ചു പറഞ്ഞത്. പിന്നെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിന്നെ മൂസദിന്റെ വീട്ടിലെത്തിച്ചേക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. ത്യാഗം കുടിച്ചിട്ട് പോകാൻ നോക്കടാ. അതിന് ഞാൻ കുളിച്ചതാണല്ല. ആഹാ, എന്നാ ഈ കൊല്ലം നീ കുളിക്കാണ്ട, ത്യാഗം പോകാൻ നോക്കടാ. ഒട്ടൻ ചങ്കര മീനാക്ഷി കൊച്ചെ കാട്ടിപ്പോയി മരുന്ന് പറിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതെന്നാത്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കണത്? എന്നെ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ എടുക്കാൻ പോകുകയാണ്. ഈ വിളക്കുകളും പൂജാദ്രവ്യങ്ങളും ഒക്കെ കണ്ടിട്ടാവണം ഇയാളിങ്ങനെ ഭയപ്പെടുന്നത്. പക്ഷെ എന്റെ ചികിത്സാ വിധിയിൽ ഈശ്വരാധീനത്തിനാണ് മുൻതൂക്കം.
ആയുർവേദത്തിൽ അത് പറയുന്നുണ്ട്. മീനാക്ഷി കൊച്ചെ, നമുക്ക് കാട്ടി മരുന്ന് പറിക്കാൻ പോവാ. ചുമ്മാ അങ്ങനെ കാട്ടിപ്പോവാൻ പറ്റില്ല ബ്ലാക്കി. ആ. ഇവിടെ ചില പൂജയൊക്കെ ഉണ്ട്. പൂജ അങ്ങനെ വരട്ടാ. എന്നാ കൊണ്ടുവാ. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കൊറായി. അത് തിന്നാനുള്ളതല്ല. ഏ? ഏ? ഇയാളെന്തിനാണ് എന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ പോണത്? ഇയാളാള് ശരിയല്ല കേട്ടാ. നോട്ടം കണ്ടാലറിയാം. ഈ പൂജകൾ കഴിയുമ്പോൾ നിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ മാറി ശുദ്ധമാണ്. എന്നിട്ടേ മരുന്ന് പറിക്കാൻ പോകാൻ പാടുള്ളൂ. കടലിൽ പോന്നവന്റെ മേത്ത് അഴുക്കില്ലെന്നറിയത്തില്ല ഇയാൾക്ക്, മണ്ടൻ. അഴുക്ക് മാത്രമല്ല, എനിക്കൊരു മണം ഉണ്ടെന്ന് ബ്ലാക്ക് പറയാറില്ലേ? ആ ഉണ്ട്. ആ, അതുപോലൊരു നല്ല മണം ബ്ലാക്കിനും ഉണ്ടാവും. അപ്പൊ ഇതിനേക്കാൾ സുന്ദരനാകും. എന്നിട്ട് ഞാൻ തുറേ പോയി ബ്ലച്ചിക്കൊച്ചിനെ മണപ്പിക്കും. അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ഒത്തിരി ഇഷ്ടാവും. അപ്പൊ പറയുന്ന അനുസരിക്കല്ലോ. ഇത് അങ്ങോട്ട് കൊടുക്കുക. ഇത് മാത്രം നടക്കത്തില്ല കേട്ടാ. ഞാൻ കറുത്തതേ ഉടുക്കൂ. തുറയിലെല്ലാവർക്കും അറിയാല്ല. മീനുക്കൊച്ചെ, ഇങ്ങനാണെങ്കിൽ ഞാൻ പോകയാ. വേണ്ട, അതവിടെ വെച്ചേക്ക. നീ തന്നെ കൊടുത്താ മതി. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വരമാണ്. കരടി അമർന്ന പോലെ ഉണ്ടല്ല. നിങ്ങ എങ്ങനെയാണ് ഇയാളെ സഹിക്കണത്? എങ്കി പൂജ തുടങ്ങട്ടെ ബ്ലാക്ക്. മണം കിട്ടാൻ വേണ്ടിയല്ല, തുടങ്ങിക്കാം. പക്ഷെ മീനുക്കൊച്ച അടുത്ത് തന്നെ വേണം. പന്നനാറി, നിനക്കിത് എന്താണ് പറ്റിയത്? എടാ ഏരടാ, എടാ ഏരടാ, എടാ ഏക്കാൻ. എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അതാ നിന്റെ നാക്കാൻ മൂസത് പറിച്ചെടുത്ത? അതാ നീ വല്ല മരുന്ന് കൊടുത്ത് കയറ്റിയ? അല്ല, എന്നെ കടാൽ എടുത്ത് കയറ്റുമല്ല. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ. ഇതെന്ത് പറ്റി? ഇനി കാട്ടിൽ പോയപ്പോ വല്ല പ്രേതം മറ്റേ കൂടിയതാണ്. എടാ വെക്ക, നീ ആ കുരിശെടുത്തുകൊണ്ടൊന്ന് മുത്തിച്ച് നോക്കിക്കേ. വലിയ കുരിശാണ്. ആ, ഒന്ന് വെക്കം കൊണ്ടുപോവാ. അതെടുക്കാൻ പറ്റിക്കല കേട്ടാ. അതെന്താണ്? അതിന് കർത്താവ് കിടക്കിയ. ഓ, എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീയല്ലാണ്ട് ഈ കുരിശനെ പറഞ്ഞു വിടുമാ? നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ആ, ഞാൻ മീനാക്ഷി കൊച്ചിനോട് ചോദിച്ചിട്ട് വരാം. ഇവരെന്നാ പറ്റിയെന്ന് അറിയണമല്ല. ട്രീസേ, വേഗം വാ. വന്ന് എടാ മരക്കഴുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് വിശക്കുന്നില്ലേ? ദേ നോക്കി, നീ മിണ്ടാതിരുന്ന ഒരു രസമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്കേ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്കേ. അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയും. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവേ ചെയ്യണ്ടേ? നീ ഇത് കണ്ടോ? മീനു ചേച്ചി ഷൂട്ട് ചെയ്തതാ. ബ്ലാക്ക് കലക്കിയിട്ടുണ്ട്. കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബോംബെക്ക് പോവാം. ഞങ്ങ തമ്മി ഇഷ്ടാണെന്ന് തുറക്കാര് പറയണത് കള്ളമല്ല, സത്യാണ്. അപ്പനെന്നാട് എന്തോരം സ്നേഹമുണ്ട്. ഈ കടലോളം പോരാ, എന്നാ ഈ ഭൂമിയോളം അതും പോരാ. പിന്നെന്തോരം വേണം? നമ്മുടെ ചെമ്പരത്തിന്റെ ഷാപ്പിലെ പുട്ടുപോലത്തെ കപ്പയില്ലേ, അത്രയും വേണം. ഞാൻ പറഞ്ഞത് പുളൂസല്ല, സത്യമാണ്. അവനിട്ട് പ്ലാന്റടാ, പ്ലാന്റിക്കൂടാ. അതൊന്നുകൂടെ പ്ലേ ചെയ്തായി. എന്താ പറഞ്ഞേ? പ്ലേ ചെയ്യാനോ? മൂസദിന്റെ അടുത്ത് പോയി ഇംഗ്ലീഷും പഠിച്ചോ? ബ്ലാക്ക് ഇത് എന്ത് ചെയ്യാനാ? ഒന്നുകൂടെ പറഞ്ഞേ. പ്ലേയിങ്ങും ചെയ്യാൻ. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു, ഈ ബ്ലാക്ക് രമേശ് ശർമ്മയാണെന്ന്, എന്റെ സ്വന്തം രമേശ് ആണെന്ന്. ഇല്ല, എന്റെ അന്വേഷണം നിർത്താറായിട്ടില്ല. ഞാനും പറഞ്ഞത് രമണന്റെ ചന്ദ്രികയുടെ കഥ പറഞ്ഞ പോലെ ആവുക. ചന്ദ്രിക ഇപ്പൊ രമണൻ കാത്തിരിപ്പുണ്ടാവും. ചന്ദ്രിക കുഞ്ഞ്, അല്ല മീനാക്ഷി കുഞ്ഞ്, മീനാക്ഷി കുഞ്ഞ്.
ഞാൻ പോയി നോക്കി, ഇപ്പൊ അവൻ മാത്രമേ വീട്ടിലുള്ളു. ശരി, ഞാനും കൂടെ കൂട്ടിന് വന്നാ. ഏയ് വേണ്ട. അപ്പൊ ഞാൻ പോവാവല്ലേ? അയ്യോ കൊച്ചിനെ വിട്ടിട്ട് ധരിച്ചു എന്റെ അമ്മ. അയ്യോ, താനിപ്പോ മേലെ ചെന്ന് എന്താ പറഞ്ഞ? അല്ല, ആ കാര്യം ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് വന്നപ്പോൾ മോൾ അങ്ങോട്ട് വന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. സീസറും മീഡിയം അല്ല, സീസറും രണ്ടും പറഞ്ഞത് കള്ളവല്ലെന്ന് ഇപ്പൊ ബോധ്യമായി കേട്ടാ. എന്തോന്ന്? ബ്ലാക്ക് തനിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോകാനിരിക്കണാണ് മീനാക്ഷി കുഞ്ഞ്. ആ മന്ദബുദ്ധിയുടെ ഒരു സമയനേ. പെണ്ണെ, നിന്റെ കൊട്ടയിലെ മീനെന്തടി അരയത്തി പെണ്ണെ, അരയത്തി പെണ്ണെ. മോനെ, നീ ഉറങ്ങിയോടാ ബ്ലാക്ക്? എന്റെ മകൻ ഉറങ്ങിയില്ലായിരുന്ന? ആടാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇരിക്ക്. അപ്പൻ എന്നൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. നമ്മളെ ചമ്പരത്തിന്റെ ഷാപ്പിൽ നിന്നാണ്. നല്ല ഒന്നാന്തരം തലയാണ്, 2 കിട്ടിയുള്ളു കേട്ടാ. അപ്പവും കക്കായിറച്ചി. ഇത് കപ്പയാണ്, ഇടിയൻ കപ്പ. ഇക്കിളി വീണ അപ്പൊ വെള്ളം എടുത്തിട്ട് വരാം കേട്ടാ. വെള്ളം കുടിയടാ മകനെ, ഇക്കിള് പൊട്ട്. പോട്ട് കുടിച്ചോ. വേണ്ട. നീ എന്നാടാ മകനെ ഇങ്ങനെ അപ്പനോട് പിണക്കമാണ്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയത്. മകൻ ഇഷ്ടമായിട്ടല്ലേ? എന്നെങ്കിലും ഒന്ന് പറയടാ. അപ്പനോട് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പൊ ഇല്ല കേട്ടാ. മണമുള്ള പെണ്ണിനെ കണ്ടപ്പോ നാറ്റമുള്ള അപ്പനെ വെറുത്താടാ. 10 വർഷത്തിന് മുമ്പ് മംഗലാപുരത്തുനിന്ന് മകനെയും കൊണ്ട് ഇങ്ങാട്ട് വന്ന് എന്തിനാണെന്ന് അറിയാവാ? എടാ അറിയാവാ? എന്നാ ഞാൻ പറയാ, എടാ ഇങ്ങാട്ട് നോക്ക്. എന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. എന്നെ ജീവനായിട്ട് കണ്ട ആളായിരുന്നു അവിടുത്തെ മുതലയാര്. എന്നാട് പോവല്ലേ എന്ന് എന്റെ കാല് പിടിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേട്ടാ ഇല്ല എന്നതാണ് കാര്യം. എനിക്കെന്റെ മകനാണ് വലുത്. എനിക്ക് നീ അല്ലാണ്ട് ആരാടാ ഉള്ളത്? ഈ പറഞ്ഞത് ഒന്നും ശരിയല്ല. മീനാക്ഷി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചതല്ല സർ, സത്യവും കൃത്യവുമായ വിവരങ്ങളാണ്. FRCS MD ഉള്ള ഒരു ഡോക്ടർക്ക് അംനീഷ്യ എത്ര ശതമാനം വരെ സുഖപ്പെടുത്താനാകുമെന്ന് അറിയാമല്ലോ. ഏറിയാൽ 65%. പക്ഷെ ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഞാൻ നടത്തിയ ഈ ചികിത്സയെ പറ്റി എന്റെ വാക്കുകളല്ലേ മീനാക്ഷി വിശ്വസിക്കേണ്ടത്? ചികിത്സയെ പറ്റി അല്ല സർ ഞാൻ പറഞ്ഞത്. ഞാൻ നടത്തിയ ചില ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയാ. അപ്പോഴാ അങ്ങനോട് കള്ളം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് പോയി ഒരു മുതലയാരെ കണ്ടിരുന്നു. ഏത് മുതലയാര്? 10 വർഷം മുൻപ് ഈ ബ്ലാക്കും പത്രോസും ആ മുതലയാരുടെ കൂടെയായിരുന്നു. ദൈവതുല്യനായിട്ടാ ഞാൻ അങ്ങേ കാണുന്നത്. അന്ന് ചികിത്സ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു. അങ്ങേ ഞാൻ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇങ്ങനൊരു ചതി അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ചതിയോ? എന്താ അസംബന്ധാണ് കുട്ടി പറയുന്നത്? വൈദ്യശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സമ്മതിച്ചു. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ദൈവം നാഥനായ വൈദ്യശാസ്ത്രമാണ് ആയുർവേദമെന്ന് എന്നെ പഠിപ്പിച്ചത് സാറാണ്. ആ വൈദ്യശാസ്ത്രത്തെയും പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി സാറിന് പറയാമോ ഈ സത്യം അങ്ങേക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന്? പറയൂ സർ, അങ്ങേക്ക് അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. പിന്നെ എന്നിൽ നിന്ന് എന്തിനിത് മറച്ചു വെച്ചു? എനിക്കതറിയണം. ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അനാഥപ്രദങ്ങളുടെ കൂട്ടത്തില് ഒരാളുടെ വരാതിരിക്കാൻ. മനസ്സിലായില്ല. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നിനക്കൊരു ദുർമരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി.
കിട്ടിപ്പോയടാ. ഓ, ഡാ സീസറെ സീസറെ ദേ ബ്ലസ്സി കൊച്ച് അണ്ണേ ഇവരിത് എവിടെ പോയി കിടക്കേണ് പേര് വന്നേക്കണം കേട്ടാ ഞാൻ പോണേണ് എന്താ ബ്ലസ്സി കൊച്ച് ആ ബ്ലാക്കിനെ എവിടെങ്ങാനും കണ്ടായിരുന്നോ സീസറെ? ആ അത് കൊള്ളാം ആ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയ വകയിൽ കാശ് കുറെ കിട്ടിയേ ഇനി ആ കാശ് തീരണ വരെ തുറയായ തുറതോറും കയറി ഇറങ്ങി കുടിച്ചു പെടുത്തിട്ട് അവൻ വരത്തുള്ളൂ കരക്കടിഞ്ഞ അല്ലേലും ബ്ലച്ച് കൊച്ച് അവനൊന്ന് വിരട്ടേണ്ട കാര്യമുണ്ട് കേട്ടോ. എന്തിന്? ഇപ്പൊ ഞങ്ങളെ കണ്ട അവന് പഴയ സ്നേഹമൊന്നുമില്ല. നീ ശ്രദ്ധിച്ചായിരുന്നടാ സീസറെ? ആ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കൂടിയ പിന്നെ നമ്മുടെ ബ്ലാക്കിന് നല്ല സെന്റിന്റെ നാറ്റം. അതെ